നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ ഡ്രൈ റൺ ആരംഭിച്ചു. തിരുവനന്തപുരം, പാലക്കാട്, വയനാട്, ഇടുക്കി എന്നീ 4 ജില്ലകളിലാണ് കോവിഡ് വാക്സിന്റെ ഡ്രൈ റൺ ഇന്ന് നടന്നത്. രാവിലെ 9 മുതൽ 11 മണി വരെയാണ് ഡ്രൈ റൺ നടന്നത്. ഓരോ കേന്ദ്രത്തിലും 25 ആരോഗ്യ പ്രവർത്തകർ വീതമാണ് പങ്കെടുത്തത്. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ മേൽനോട്ടത്തിലാണ് ഡ്രൈ റൺ നടന്നത്. അതേസമയം സംസ്ഥാനത്ത് വാക്സിനേഷൻ ഇതുവരെ 3.13 ലക്ഷം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സർക്കാർ, സ്വകാര്യ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് ജീവനക്കാർക്കുമാണ് ആദ്യഘട്ടത്തിൽ വാക്സിനേഷൻ നൽകുന്നത്. ചില സ്വകാര്യ ആശുപത്രികളും കൂടി പട്ടിക കൈമാറിയാൽ വാക്സിൻ സ്വീകരിക്കുന്നവരുടെ കൃത്യമായ എണ്ണം ലഭിക്കും. ചാലിശ്ശേരിയിൽ കാർ നിയന്ത്രണം വിട്ട് ക്ഷേത്രമതിൽ ഇടിച്ചു തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ശനിയാഴ്ച കാലത്ത് 11 മണിയോടെയായിരുന്നു അപകടം. ചാലിശ്ശേരി ക്ഷേത്രമൈതാനത്ത് ഡ്രൈവിംഗ് പരിശീലനത്തിനിടയിൽ സംഭവിച്ച അശ്രദ്ധയാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. നിയന്ത്രണം വിട്ട കാർ ക്ഷേത്രമതിലും ഇടിച്ചു തകർത്ത് വഴിപാട് കൗണ്ടറിന്റെ ആളുകൾ നിൽക്കുന്ന ഭാഗം വരെ നിരങ്ങിയെത്തി. സംഭവ സമയത്ത് വഴിപാട് കൗണ്ടറിലും പരിസരത്തും തിരക്കില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കാറിന്റെ മധ്യഭാഗം മതിലിൽ കുടുങ്ങി നിന്നതിനാൽ വഴിപാട് കൗണ്ടറിന് മുന്നിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കാർ നിർത്താനായതും രക്ഷയായി. അപകടത്തിൽ കാറിന്റെ മുൻവശവും ക്ഷേത്രമതിലിന്റെ ഭാഗങ്ങളും തകർന്നു. ഡ്രൈവിംഗ് പരിശീലനത്തിനിടെ ബ്രേക്കിനു പകരം ആക്സിലറേറ്റർ അമർത്തിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ വാഹനത്തിനുള്ളിലുണ്ടായിരുന്നവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ചാണ് കാർ നീക്കം ചെയ്തത്. CCTV ന്യൂസ്, തൃത്താല. തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയായിരിക്കും പുതിയ ഭരണസമിതി പ്രവർത്തിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടി സുഹറ. പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് കൂടുതൽ മുൻഗണന നൽകി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മൂലം വിദ്യാഭ്യാസം പകുതിയിൽ നിർത്തി മറ്റ് ഉപജീവനമാർഗം തേടിപ്പോയ വിദ്യാർത്ഥികൾക്ക് PSC കോച്ചിംഗ് നൽകി ഗവൺമെന്റ് ജോലിക്ക് പ്രാപ്തരാക്കുമെന്നും ഇതിനായി കോളനികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഊർജിതമാക്കുമെന്നും സുഹറ പറഞ്ഞു. ഇതോടൊപ്പം യുവതീ-യുവാക്കൾക്ക് സ്വയം തൊഴിലിന് അവസരമൊരുക്കുമെന്നും കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ മരണപ്പെട്ട അഡ്വക്കേറ്റ് ടി. എ. പ്രസാദിനെ നടപ്പാക്കാൻ പറ്റാതെ പോയ സ്വപ്ന പദ്ധതികൾ ഈ ഭരണസമിതി ഏറ്റെടുത്ത് നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി. സുഹറ കൂട്ടിച്ചേർത്തു. 2020-25 സാമ്പത്തിക വർഷത്തിൽ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ പഞ്ചായത്തിൽ നടത്തേണ്ട വികസന കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ മറ്റു മേഖലയിലുള്ള ആളുകളുമായി ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു വികസനം എന്ന് വരുന്നത് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട്, ഞാൻ ഒരു സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് 10-20 വർഷക്കാലത്തെ പരിചയം സമ്പത്തുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തികമായി മുന്നോട്ട് എത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ തൊഴിൽ മേഖലകളിലേക്ക് പ്രാധാന്യം കൊടുക്കാതെ കിട്ടുന്ന പണിയെടുത്ത് ജീവിക്കുന്ന കുറേ ആളുകൾ, അതായത് SC കോളനികളിലൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് PSC കോച്ചിങ്ങും മറ്റും നടത്തിക്കൊണ്ട് അവരെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥത്തിലേക്കുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയും കൂടി ഈ ഭരണസമിതിയുടെ ഞങ്ങളുടെ ആലോചനയിലുണ്ട്. നാഗലശ്ശേരി, തിരുമിറ്റക്കോട് മേഖലകളിൽ നെൽപ്പാടങ്ങൾക്ക് വെള്ളമെത്തിക്കുന്ന തോടുകളിലും ജലസ്രോതസ്സുകളിലും മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ഇതിൽ മദ്യപാനികൾ ഉപേക്ഷിക്കുന്ന ചില്ലുകുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് കർഷകർക്കും പരിസ്ഥിതിക്കും ഏറെ ദോഷമുണ്ടാക്കുന്നത്. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ വടക്കേ വെള്ളിടക്കുന്ന് ഭാഗത്തെ നെൽകർഷകർ ജലസേചനത്തിന് ആശ്രയിക്കുന്ന പത്തിലത്തോടിൽ നിന്നു മാത്രം തൊഴിലുറപ്പ് തൊഴിലാളികൾ പെറുക്കിമാറ്റിയത് 100 കണക്കിന് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലുകളുമാണ്. ഇവയിൽ ഭൂരിഭാഗം ചില്ലുകുപ്പികളും പൊട്ടിച്ച ശേഷമാണ് പാടത്തേക്കും തോടിലേക്കും വലിച്ചെറിഞ്ഞിരിക്കുന്നത്. നാഗലശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കുളങ്ങര ഭാഗത്തു നിന്നും ആരംഭിച്ച് തിരുമറ്റക്കോട് പഞ്ചായത്തിലെ കൃഷിയിടങ്ങളിലൂടെ 5 കിലോമീറ്ററിലധികം ദൂരം ഒഴുകി ഭാരതപ്പുഴയിൽ ചേരുന്ന പത്തിലത്തോടിൽ നിന്നുമാണ് ഏറ്റവുമധികം മാലിന്യം ശേഖരിച്ചത്. മുൻകാലങ്ങളിൽ ജലസേചനത്തിനും ഗ്രാമീണർ വീട്ടാവശ്യങ്ങൾക്കുമെല്ലാം ഇത്തരം തോടുകളെയാണ് ആശ്രയിച്ചിരുന്നതെങ്കിൽ ഇന്നവ മാലിന്യം തള്ളാനുള്ള ഇടങ്ങളായി മാറി. ഇത്തരം തോടരികുകൾ വിജനമായി കിടക്കുന്നതിനാൽ മദ്യപാനികൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തമ്പടിക്കുകയാണ്. നാഗലശ്ശേരി പഞ്ചായത്തിലെ പെരിങ്ങോട് തെരമംഗലം പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന തോടിന്റെ സ്ഥിതിയും സമാനമാണ്. രൂക്ഷമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാർഷിക മേഖലയുടെ തകർച്ചയ്ക്കും വഴിവെക്കുന്ന തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസ് സംവിധാനം ഉൾപ്പെടെയുള്ളവ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം. CCTV ന്യൂസ്, തൃത്താല. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ 2020-21 സാമ്പത്തിക വർഷത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കേ വെള്ളടിക്കുന്ന് വാർഡിൽ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് പത്തിലത്തോട് സംരക്ഷണത്തിന്റെ
പ്രവൃത്തികൾ ആരംഭിച്ചു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CN മനോമോഹൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീലത, 2ാം വാർഡ് മെമ്പർ വിപിലേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിലുറപ്പുമേറ്റ് AP സിന്ധു സ്വാഗതം പറഞ്ഞു. 2,89,431 രൂപ വകയിരുത്തിയിട്ടുള്ള പദ്ധതിയിലൂടെ 1 കിലോമീറ്റർ തോടിന്റെ ഭിത്തി സംരക്ഷിക്കാൻ കഴിയും. ഇത്തരം പദ്ധതികൾക്ക് വളരെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഇനി മുന്നോട്ട് പോകുന്നത്. ഇതിൽ ചെടികളും രാമച്ചം, പുല്ല് എന്നിവ പിടിച്ചു പിടിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഈ ഭിത്തി നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് ജൈവ രീതിയിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ആദ്യമായി തന്നെ തിരുമറ്റക്കോട് പഞ്ചായത്തിൻ്റെ 18ാം വാർഡിലെ വടക്കേ വെള്ളടിക്കുന്ന് പത്തിലത്തോട് സംരക്ഷണ ഭിത്തിയാണ് ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ തോട് നാലുശ്ശേരി പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച് തിരുമറ്റക്കോട് പുഴയിൽ ചെന്ന് അവസാനിപ്പിക്കുന്നതാണ്. 15 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്നതാണ്. അതിലിപ്പോൾ പ്രാരംഭഘട്ടം എന്നതിൽ 1 കിലോമീറ്ററാണ് നമ്മളിപ്പോൾ കയർപ്പൂ വസ്ത്രമായിട്ട് മുന്നോട്ട് പോകുന്നത്. അടുത്ത് തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. മീൻ വളർത്തൽ കേന്ദ്രത്തിൽ വിഷം കലക്കിയതായി പരാതി. വരവൂർ പഞ്ചായത്തിലെ വേട്ടാണിക്കടുത്ത് വെട്ടിയംകുന്നത്ത് വീട്ടിൽ അനിരുദ്ധന്റെ വീട്ടിലെ മീൻ വളർത്തൽ കേന്ദ്രത്തിലാണ് വിഷം കലർത്തിയതായി പരാതിയുള്ളത്. വെള്ളിയാഴ്ച രാവിലെ മുതലാണ് മീനുകൾ ചത്തുപൊന്താൻ തുടങ്ങിയത്. ഓട്ടോ തൊഴിലാളിയായ അനിരുദ്ധൻ കോവിഡിനെ തുടർന്ന് വരുമാനമില്ലാതായ സാഹചര്യത്തിൽ പുതിയ ജീവിതമാർഗം തേടിയാണ് മീൻ വളർത്തൽ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 1.5 ലക്ഷം രൂപ ചിലവഴിച്ച് ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെയാണ് മത്സ്യകൃഷി ആരംഭിച്ചത്. 4000-ഓളം ഫിലോപ്പി മീൻകുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് മീനുകൾ ചത്തുപൊന്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വൈകുന്നേരത്തോടുകൂടി മുഴുവൻ മീനുകളും ചത്തുപൊന്താൻ തുടങ്ങി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ വെള്ളത്തിന്റെ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്കായി എറണാകുളത്തേക്ക് അയച്ചിരിക്കുകയാണ്. ഇതിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അനിരുദ്ധൻ പറഞ്ഞു. ഞാൻ ഫിലോപ്പിയാണ് വളർത്തുന്നത്. 4000 കുഞ്ഞിനെ ഇട്ടുണ്ട് കുളത്തിൽ. അപ്പുറത്ത് കോഴിയുടെ ചെറിയൊരു കൃഷിയുണ്ട്. അപ്പം ഞാൻ കമ്പിവേലിപ്പണിയൊക്കെ ആയിട്ട് നടക്കുകയാണ്, കൂലിപ്പണിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഈ മീനും കോഴിയും കൂടിയിട്ട്. അത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല കുറച്ച് ആളുകൾ. 1.5 ലക്ഷം റുപ്യ ഞാൻ ചിലവാക്കിയതിന് വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് സംഭവിച്ചത്. അതിലെന്തോ വിഷം കലങ്ങിയ പോലെ എനിക്കൊരു സംശയം തോന്നി. വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തൃശ്ശൂർ പോയി, തൃശ്ശൂർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് 2-3 ദിവസം കൊണ്ട് വരും എന്നാണ് തോന്നുന്നത്. എറണാകുളത്തേക്ക് വിടണമെന്നാണ് അവർ പറഞ്ഞത്. അത് വന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അതേപോലെ നടപടിയെടുക്കണമെന്ന്. തന്നോട് വൈരാഗ്യമുള്ള ആരോ ഒരാൾ കുളത്തിൽ വിഷം കലർത്തിയതാകാമെന്ന് സംശയിക്കുന്നതായി അനിരുദ്ധൻ പറഞ്ഞു. കൊറോണ സാഹചര്യത്തിൽ വരുമാനം നിലച്ചപ്പോൾ പലരിൽ നിന്നും കടം വാങ്ങിയാണ് ഈ സംരംഭം ആരംഭിച്ചത്. നിലവിലെ സ്ഥിതി ഇങ്ങനെയായതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ഈ കുടുംബം. വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബുവും പ്രതിനിധികളും സംഭവസ്ഥലം സന്ദർശിച്ചു. CCTV ന്യൂസ്, തളി. കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും പ്രാർത്ഥനകൾ വിഫലം. അനുപമ യാത്രയായി. ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥിനി അനുപമയാണ് മരിച്ചത്. 21 വയസ്സാണ്. പുതുശ്ശേരി സ്വദേശിനിയായ ബിരുദ വിദ്യാർത്ഥിയാണ് നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും വാത്സല്യങ്ങളും പ്രാർത്ഥനകളും ബാക്കിയാക്കി യാത്രയായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അനുപമ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മരിച്ചത്. ദിവസങ്ങളായി വെന്റിലേറ്ററിലായിരുന്ന അനുപമയ്ക്ക് ന്യൂമോണിയ കൂടിയതും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. സംസ്കാരം തിരുവനന്തപുരത്ത് അനുപമയുടെ അമ്മ വീട്ടിൽ നടന്നു. വലിയ ചെലവ് വന്നിരുന്ന അനുപമയുടെ ചികിത്സയ്ക്കായി ചെറുതുരുത്തിയിലെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ മാർഗങ്ങളിലൂടെ ധനസമാഹരണം നടത്തിയിരുന്നു. പുതുശ്ശേരി ചീരപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനാണ് പിതാവ്, സിന്ധു മാതാവും.
അഭിഷേക് സഹോദരനുമാണ്. നങ്ങ്യാർകൂത്ത് കഥകളി സ്കൂളിൽ അരങ്ങേറ്റം കുറിച്ച് തായ്വാനിലെ ഷെങ്ചൻ ല്യു എന്ന യുവതി. കലാമണ്ഡലത്തിലെ പഠനം പൂർത്തിയാക്കി തിരിച്ചു പോകാനിരിക്കെയാണ് കൊറോണ മൂലം നാട്ടിൽ തന്നെ തുടരേണ്ടി വരികയായിരുന്നു. 3 വർഷത്തിനിടയിൽ കേരളീയ ചിത്രകല അഭ്യസിക്കുകയും തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ കേരളീയ കലകളുമായി സമന്വയിപ്പിച്ച് ചിത്ര പ്രദർശനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ധാരാളം കേരളീയ കലകൾ കാണാൻ ഇടവരികയും അതിൽ നങ്ങ്യാർകൂത്തിനോട് പ്രത്യേകം താല്പര്യം തോന്നുകയും ചെയ്തതോടെ നങ്ങ്യാർകൂത്ത് അഭ്യസനം പൂർത്തിയാക്കുകയായിരുന്നു. കലാമണ്ഡലം രശ്മിയുടെ കീഴിൽ ചെറുതുരുത്തി കഥകളി സ്കൂളിൽ വെച്ചാണ് അരങ്ങേറ്റം നടത്തിയത്. കോവിഡ് സാഹചര്യം നിലനിൽക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് അരങ്ങേറ്റം നടത്തിയത്. മിഴാവ് കലാമണ്ഡലം അനൂപ്, കലാമണ്ഡലം രാഹുൽ, അരവിന്ദ്, ഇടയ്ക്ക കലാമണ്ഡലം ശരത്ത്, താളം കലാമണ്ഡലം രശ്മി രമേശ് എന്നിവരും പങ്കെടുത്തു. ഗൾഫിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. വറവട്ടൂർ കളത്തുംപടിക്കൽ മാമു എന്ന മുഹമ്മദ് കുട്ടിയാണ് സൗദിയിലെ ജിദ്ദയിൽ വെച്ച് മരണമടഞ്ഞത്. 58 വയസ്സാണ്. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിൽ ഖബറടക്കും. 25 വർഷത്തോളമായി ഇയാൾ ജിദ്ദയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്. സഫിയ ഭാര്യയും നദീറ, നസീറ, നുസ്രത്ത്, നജ്മ, നൌഫൽ എന്നിവർ മക്കളുമാണ്. നവമാധ്യമ കാഴ്ച. എല്ലാവർക്കും അവരവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഓരോ സങ്കല്പമുണ്ട്. വ്യത്യസ്ത വേഷധാരണത്തിലൂടെയും മേക്കപ്പിലൂടെയും അത് വർദ്ധിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കാറുമുണ്ട്. ഇത് മനുഷ്യരുടെ മാത്രം കാര്യമല്ല. മറ്റു ചില കൂട്ടരും ഇക്കാര്യത്തിൽ മനുഷ്യർക്കൊപ്പം നിൽക്കും. പുലയമ്പാട്ട് വിശ്വനാഥൻ നൽകിയ ദൃശ്യം. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.